ജലദേവത, എന്റെ പൊന്ന് ജലദേവത, ഞാൻ കൈ കൂപ്പാം. ജലദേവത ഒന്ന് പ്രത്യക്ഷപ്പെടും. ജലദേവത, എത്ര നേരമായി ഞാൻ കോടാലി വന്നിട്ട് കാത്തിരിക്കുന്നത്. ജലദേവത ഒന്ന് പ്രത്യക്ഷപ്പെട്. ഞാൻ എത്ര നേരമായി ഇവിടെ നോക്കി നിൽക്കുന്നത്. അതിൽ നിങ്ങളെ ഞാൻ വിളിച്ചോ? നീ പിന്നെ ആരാടാ വിളിച്ചോണ്ടിരിക്കണത്? ഞാൻ ജലദേവതനെ വിളിച്ചോണ്ടിരിക്കുക. ജലദേവത എന്നെ കണ്ടാൽ അങ്ങനെ തോന്നിയില്ലടാ. ജലദേവത നിങ്ങളാണോ ജലദേവത? അതേടാ, ഞാൻ തന്നെയാണ് ജലദേവത. എന്നെ കണ്ടാ തോന്നൂലേ? ഒരു ജലദേവത വന്നിരിക്കുന്നത്. ഞാൻ എന്റെ കോടാലി കളഞ്ഞിട്ട് ഇവിടെ വിഷമിച്ചിരിക്കുമ്പോഴാ. ഞാനിപ്പോ ഈ മമ്മട്ടിയും തോട്ടിലെറിയാൻ നിൽക്കുക. ഈ കോടാലി മമ്മട്ടിയൊക്കെ എന്തിനാ തോട്ടിലെറിയണത്? സ്വർണ്ണക്കോടാലി കിട്ടുമെന്ന് ഒറ്റം പറഞ്ഞ് അതിന്റെ പേരിൽ ഞാൻ കോടാലി എടുത്തെറിഞ്ഞ് ഇനി ഇതേ മമ്മട്ടിയും കൂടെ എറിയാൻ നിൽക്കുക. സ്വർണ്ണക്കോടാലി കിട്ടുമെന്നും പറഞ്ഞ് നിൽക്കാണ്. നീ ഇങ്ങോട്ട് വാ, നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്താണ് കാര്യം? പൊട്ടാ, ഞാനാണ് ജലദേവത. ജലദേവത കറുത്ത് തുരുമ്പെടുത്ത ഈ ജലദേവത എന്നെക്കൊണ്ടൊന്നും പറയില്ല. എടാ, ഈ പുഴ കണ്ണുനീര് പോലെ തെളിഞ്ഞു കിടന്നുവെച്ച വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് ഞാൻ കിടന്നു വെച്ചത്. ഓ, കേൾക്കാൻ നല്ല രസമുണ്ട്. എടാ, ഞാൻ ഈ പുഴയെ കിടന്നിട്ടേ ചൊറിച്ചിലും അലർജിയും തടിപ്പും ഒക്കെ വന്ന് കുറച്ച് നാള് ഞാൻ ആലുവ പുഴയിൽ പോയി കിടന്നു. എന്നിട്ട് എടാ, ഞാൻ എത്ര സുന്ദരിയായിരുന്നറിയാമോ? നല്ല അടിപൊളി സുന്ദരിയായിരുന്നു. ഈ കോലായത് ഈ പുഴ കാരണമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ബുക്കിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് സ്വർണ്ണ ജലദേവതേനെയൊക്കെ. എന്നിട്ട് ഈ സ്വർണത്തിന്റെ കിരീടവും മാല വള ഇതൊക്കെ എവിടെ? അതെനിക്ക് അവിടെ ചെന്നപ്പോ ഒരു അസുഖം വന്ന്, അന്നേരം എല്ലാം വിറ്റുപോയി. എന്നിട്ട് എന്താ അസുഖം വന്നത്? ഡെങ്കിപ്പനി വന്ന്, കൊറോണ വന്നു. ഞാൻ ചത്തുപോയതാടാ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ജീവിച്ചു വന്നാണ്. എന്റെ സ്വർണത്തിന്റെ ദണ്ടായിരുന്നു. ഒരാള് പറ്റിച്ചിട്ട് കൊണ്ടുവന്ന് വന്നേക്കാൻ സാധനമാണ് ഈ കോലത്തിലായി കിടക്കണ ദണ്ട്. കണ്ട, ഇത് തുരുമ്പെടുത്ത് പണ്ടാരടങ്ങി പോയല്ലോ. നോക്കട്ടെ, ഇത് നല്ല കനമുണ്ടല്ലോ. ഇത് ഇപ്പോഴായിരുന്നെങ്കിൽ, ഇത് കൊണ്ട് കടയിൽ കൊടുത്തായിരുന്നെങ്കിൽ കോടികൾ കിട്ടിയാണ്. നല്ല കനമുണ്ടല്ലോ ഇതിന്. അപ്പൊ മറ്റേ സ്വർണങ്ങളൊക്കെ എന്ത് ചെയ്യും? മെച്ചുണ്ടായ ഒരു വളയുണ്ടായി, 1 പവന്റെ ആയിരുന്നു. അതുകൊണ്ടേ കൊടുത്ത് 1.25 ലക്ഷം രൂപ കിട്ടി. അതുകൊണ്ടാണ് ഞാനിപ്പോ മേക്കപ്പ് ചെയ്ത് ജീവിച്ചു പോണത്. അപ്പൊ അവൻ പറഞ്ഞതെല്ലാം കള്ളത്തരായിരുന്നോ? ഏതവനാണ് പറഞ്ഞത്? എന്റെ ഉറ്റ സുഹൃത്ത്, പേര് പരമു. അവനാണ് എന്നോട് പറഞ്ഞത്, ഈ പുഴയിൽ വന്നിട്ട് കോടാലി എറിഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ കോടാലി കിട്ടും. മഴ എറിഞ്ഞ് മമ്മട്ടി എറിയാൻ നിൽക്കുക. ഇത് കയ്യിൽ വെക്കണ്ടിരിക്കണ്ടേ, ഇത് സെപ്റ്റിക്കാവും. അതങ്ങടെ താഴ്ത്തോട്ടിട്ടേക്കും. ശരിയാ. വെള്ളിക്കോടാലി ഇടുമ്പോ സ്വർണ്ണക്കോടാലി ആയിട്ട് തിരിച്ചു കൊടുക്കും. ഓ, അതൊക്കെ ഒരു കാലമായിരുന്നിട്ടാ, അന്തക്കാലം. നിനക്ക് ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അറിയാവടാ? ഇപ്പൊ എന്തൊരു വിലയാണ്. നേരത്തെ ആൾക്കാർ ഇഷ്ടം പോലെ സ്വർണ്ണമൊക്കെ ഇട്ടുണ്ട് നടക്കുമായിരുന്നു. ഇപ്പൊ 1 ഗ്രാം സ്വർണ്ണം ഇട്ടാ അപ്പൊ കള്ളന്മാര് വരികയാണ്. ശരിയാണ്. ഇപ്പൊ സ്വർണത്തിനാണെങ്കിൽ 12,500 രൂപയോളം വരുന്നുണ്ട്. 12,000? അല്ല ജലദേവതേ, 1 ഗ്രാമിന്. അങ്ങനെ പറ. ഇപ്പൊ ഒരു ഇരുമ്പ് കോടാലി അറിഞ്ഞില്ലേ? അതിന് പകരം ഞാൻ ഒരു തുരുമ്പ് കോടാലി തരാം. അതേ എനിക്ക് നിവർത്തിയുള്ളൂ മോനെ, അല്ലാതെ എനിക്കൊരു നിവർത്തിയില്ല. എന്റെ പുതിയ ഇരുമ്പ് കോടാലി. എന്നാലും ഇങ്ങനെ എന്നെ പറ്റിക്കണ്ടായിരുന്നു എന്റെ ജലദേവതേ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് എടുത്തു ചാടുമ്പോ ഇതായിരിക്കും ഗതി, ഇതായിരിക്കും വിധി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അതാണ് ശരി. JCB കൊണ്ടുവന്ന് നിന്റെ ഇരുമ്പ് കോടാലി തോണ്ടിക്കൊണ്ടുപോകും. ജീവിതകാലം മുഴുവനേ പണിയെടുത്ത് ജീവിക്കും, എന്നാലേ ശാശ്വതമാകുള്ളൂ. എന്നിട്ട് സമ്പാദിക്കും. ബാക്കിയുള്ളതൊന്നും ശാശ്വതമല്ല കേട്ടാ. എനിക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഒരു സ്വർണ്ണക്കോടാലിയും ചോദിച്ചോണ്ട് വന്നേക്കണം. വേറെ പണിയൊന്നുമില്ല. എന്റെ ദൈവമേ, എന്റെ കോടാലി. കോടാലി ഇല്ലാതെ വീട്ടിൽ ചെന്നാൽ ഇന്നെ പെണ്ണുമ്പോൾ തല്ലി കൊല്ലും.
അത്യാഗ്രഹം ആപത്താണെന്ന് എല്ലാരും പറയുന്നത് ശരിയാണ്. മനസ്സിലായി? ആ പരമു അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ശരിയാക്കി തരാം. ജലദേവതേ പോയിട്ട് വരാം. മുമ്പ് എല്ലാ പുഴയിലും നദിയിലും തോടുകളിലും ജലദേവതമാർ വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് ജലദേവതമാർ മറഞ്ഞിരിക്കുകയാണ്. പകരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാരക രോഗങ്ങളും മാത്രമാണ് നമ്മുടെ ജലസ്രോതസ്സുകളിൽ ഉള്ളത്. നല്ലൊരു നീരൊഴുക്കിനായി കാത്തിരിക്കാം. കൈകോർക്കാം. ജലദിനാശംസകൾ.